ഹലോ, വാളയാർ ചെക്ക് പോസ്റ്റ്. ഇത് ഞാനാടവേ. എന്താ വർക്കിച്ചേ? അവനുണ്ടല്ലോ ആ പരമശിവം, വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല. നീ ഒരു പേനയും പേപ്പറും കൊടുത്തേ. എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തോ. ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം. ഇതെന്റെ ഒരു വാശിയുടെ പ്രശ്നമാണ്. ആദ്യം ഞാൻ ഏറ്റു വർക്കിച്ചേ. പറഞ്ഞു കൊടുറാ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ. നോട്ട് ചെയ്തോ. TN42255. TN42255. 2255 അല്ലേ? ഓക്കെ. KL93663. ഇതുപോലെ നമ്മുടെ 3 വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം. അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ 3 ലോറികളായിരിക്കണം. ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീ ഉണ്ടാവണം. ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി. നമസ്കാരം. ചിന്നാടൻ മുതലാളിയുടെ ലോറികളാ, 3 ലോഡുണ്ട്. എന്താണ് വണ്ടിയില്? പെട്രോളാ? അല്ല, ഡീസലാ. കുറുപ്പേ സർ, ചിന്നാടന്മാരുടെ ലോറികളാ. ആ നമ്പരല്ല, ഒന്ന് ചെക്ക് ചെയ്തേ. എന്താ സാറേ? എന്താണ് കോഡ്? കാലാപ്പാനി, ചിന്നാടന്റെ കാലാപ്പാനി. എല്ലാം ഓക്കെയാണ് സർ. ശരി ശരി. എന്റെ കന്നിലോടാണ് സാർ, അനുഗ്രഹിക്കണം. ഒന്ന് പോക്കിക്കോ. വണ്ടി പോട്ടെ, എടുത്തോ. വിട്ടോ. എവിടെ പോയി? ചെക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞു. കോഡ് മറക്കണ്ട. കാലാപ്പാനി. ശരി. നമസ്കാരം സാറേ. നീ എന്നെ സാറെന്ന് വിളിക്കരുത്. സോറി സാറേ. അയ്യാ, ഒന്ന് പൊക്കി തരണേ. പൊക്കി തരാവടാ. എല്ലാരും ആയില്ലേ? ഈ 3 ലോഡും പ്ലാച്ചുമടക്കുള്ള കുടിവെള്ളമായിരിക്കും. ഇയാടാ? അല്ല, സ്പിരിറ്റാ. സ്പിരിറ്റോ? കേറി പരിശോധിക്കണോ? അമ്മയ്ക്കൊക്കെ സുഖമല്ലേ സാറേ? ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ണാക്കന്മാരെന്നാണോ നിന്റെ വിചാരം? എനിക്ക് മാത്രമല്ല സാറേ, ഇവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരുടെ വിചാരം അതാണ്. സ്പിരിറ്റാ സാർ. ഇതിലും സ്പിരിറ്റാ സാർ. ഇതിലും സ്പിരിറ്റാ. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ? കൈയെടുക്ക് സാറേ. ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനെ കേറിയണ്ടല്ലോ. എവിടെയായിരുന്നു ഔവേ? വണ്ടിയുടെ മുമ്പിലല്ലോ എസ്കോട്ട് വരുന്നത്. ഇവരെന്നെ സംശയിച്ചില്ലയോ? എന്നതാണോ പ്രശ്നം? ഈ ലോറികൾ ആരെന്നുള്ളതാ പ്രശ്നം. ഇതെന്റെ ലോറികൾ തന്നെ. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ 3 ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിച്ചിന്റേതാണെന്ന്. അപ്പൊ എന്നതേ പറയുന്നത്? ഇത് നമ്മുടെ ലോറികളല്ല. അത് തന്നെയാണോ ഞാനും പറയാൻ വന്നത്. ഇത് നമ്മുടെ ലോറികളല്ല. ഇത് വർക്കിച്ചിന്റെ ലോറി തന്നെ. ഇത് കൊച്ചുമോളുടെ പേരിലായിട്ടിരിക്കുന്നത് ചഞ്ചൽ. ഇത് എന്റെ ലോറികളെ അല്ല. അല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഓക്കെ. വർക്കിച്ചായന്റെ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് പിടിച്ച് അകത്തിട്ടല്ലോ സാറേ. എന്തായാലും ഉടമസ്ഥൻ വരുമല്ലോ, അപ്പൊ അയാളെയും പിടിച്ച് അകത്തിടാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. വർക്കിച്ചായ ഒന്ന് ഇങ്ങോട്ട് വന്നേ. വന്നേന്ന് ഇങ്ങോട്ട് വന്നേന്ന് ഞാനല്ലേ വിളിക്കണേ. വർക്കിച്ചിന് ലോറിയിൽ ലോഡ് അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം. വർക്കിച്ചിന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് 1 മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു. ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ചത്. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ.
വരട്ടടവേ. ആ അടി സക്കേ. ഒന്ന് തള്ളിക്കേ. ദേ അയാളെ വിളി. സാറേ ഒന്ന് പൊക്കിക്കേ. ആ என்ன சத்தியமூர்த்தி இந்த மாதிரி பேசுறேன்? அந்த சின்னாளன் ராஸ்கல்ஸ் கொடுക്കുന്നതിലും ஜாஸ்தி நான் கொடுக்குறேன். ഓ ശരി ശരി നേരി പാക്കറ. എന്താ ഭായി സത്യമൂർത്തിയുടെ പ്രശ്നം? പ്രശ്നം ആ ചിന്നാടന്മാര് തന്നെ. നമുക്ക് ലോഡ് തരായിരിക്കും അവന്മാര് പല രീതിയിൽ ശ്രമിക്കുക. എങ്കിൽ പിന്നെ ആ റാവുന്റെ അടുത്ത് സാധനം എടുത്തൂടെ? അപ്പാ ഞാനും അത് എത്ര തവണ അപ്പനോട് പറഞ്ഞതാ. അത് വേണ്ട. ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല. അത് സെക്കൻഡ് ക്വാളിറ്റിയാ. അതെ, ഈ ബിസിനസ് നമുക്ക് മോക്ഷം കിട്ടാനേ നടത്തണമെന്നല്ലോ. അങ്ങനെ പറയരുത് ജോണി. ചെയ്യുന്നത് സ്പിരിറ്റ് കച്ചവടാണെങ്കിലും അതിലുണ്ട് ഒരു നേരുന്നറിയും. ഇന്നേ വരെ നമ്മുടെ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ വിശ്വാസം നശിപ്പിക്കരുത്. എന്ന് വെച്ചാൽ സത്യമൂർത്തിയുടെ ധോണി, നീ ഇതിൽ ഇടപെടണ്ട. ഓ ശിവ, അവനൊന്നും അറിയില്ല, വിട്ടുകള. ഏയ്. ഞാനേ സത്യമൂർത്തി ഒന്ന് കണ്ടിട്ട് വരാം. ആ ശിവ, നിനക്കൊരു കത്തുണ്ടായിരുന്നു ദുബായിന്ന്. എന്താടാ? വീട്ടിൽ നിന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? മരിച്ചിട്ട് കുറച്ചു ദിവസമായി. നമുക്കൊന്ന് അല്ല ബായ്, ബായ് ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ. പോയി റെസ്റ്റ് എടുക്ക. ഞങ്ങൾ വന്നോളാം. വണ്ടി എടുത്തോളാം. എന്താടാ വിശേഷം? അനിയന്റെ കഥ. അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിരുന്നു. വാളയാറാ? അപ്പൊ അവിടുത്തെ പുതിയ SI നിന്റെ അനിയൻ തന്നെ. അവന്റെ കൈയും കാലം തല്ലി പിടിക്കാനാ നീ ആളെ വിട്ടത്. ഉണ്ണി. ഇറങ്ങല്ലേ. എന്താ? നമ്മളിപ്പോ ദുബായിലല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. അവൻ എന്റെ അനിയൻ തന്നെയാ. ഇനി അവന്റെ കാര്യം എല്ലാം നമ്മുടെ ആൾക്കാരാ നോക്കിക്കോളാം. അപ്പൊ പറഞ്ഞ പോലെ ശരി. പടേ പുറത്തോട്ട് ഇറങ്ങിയതാ. ചേട്ടേ വിളിക്കടാ. ഹലോ, ഇത് ഞാനാടോ ചിന്നാടൻ വർക്കി. ആ മനസ്സിലായി. എന്തൊക്കെയുണ്ട് വർക്കിച്ച വിശേഷം? താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടോ? എന്റെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയെ വാളയാർ ചുറ്റുവട്ടത്തും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായല്ലോ. അവൻ ദേ ശ്രീചക്രയില് സുഖമായിട്ട് താമസിക്കുക. കാശ് എണ്ണി മേടിച്ചെന്റെ നന്ദി എങ്കിലും കാണിക്കണം. Come on, sir. Quick. എന്താ സർ? ഏത് റൂമിലാണോ പരമശിവം? പരമശിവം ഏത് റൂമില്ല? 221. sir. നിങ്ങൾ ഇവിടെ പോ. Sir. യു ഗോ ദാറ്റ് വേ. ക്വിക്ക്, ഹറി അപ്പ്. Yes, sir. രണ്ടുപേരും ലിഫ്റ്റിനടുത്ത് നിൽക്കണോ? അയ്യോ ബാലു, നിന്നെ പിടിക്കാനാണോ? സംശയമില്ല. വാ. വാ. നീ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ. ആ വാ വാ. നീ എന്താ എഴുതുന്നത്? നമ്മളിവിടെ ഇല്ലെന്ന് വാതിൽ എഴുതി ഒട്ടിക്കാനാണോ? പോടാ. നീ എന്താ തപ്പുന്നത്? വല്ലതും കാണാതെ പോയിട്ടുണ്ടോ? നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത്? ആദ്യം ഞാൻ ഇറങ്ങാം. ഇത് നമുക്ക് ഇറങ്ങാനല്ല, പിന്നെ അവർക്ക് കയറാനാ. രണ്ടുപേരും അവിടെ പോയി നോക്ക്. ക്വിക്ക്, അവിടെ പോയി നോക്കാം സർ. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെ പോലീസ് പിടിക്കില്ലേ? ഉണ്ടല്ലേ? വാ. എന്താ അവര് പോയാ? ഒച്ച വെക്കലടാ. വാ. ഒത്താലൊത്ത് ദൈവത്തെ വിളിച്ചോ. ഒത്താലൊത്തു. അത് ഇത് ഇങ്ങോട്ട് കേറാ. എന്താ സർ? തമിഴ് വായിക്കറിയോ? അറിയാം സർ. അത് വായിക്കേ. ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ. ഇനി പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല. കമോൺ സർ.
അവൻ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ബ്ലോക്ക് ഓൾ മെയിൻ റോഡ്സ്, എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഹറി അപ്പ് സർ. വ്യാകുല മാതാവേ നന്ദി. ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാം. നീ എവിടെ പോണു? ഈ ഗ്യാപ്പിൽ കൂടി രക്ഷപ്പെടാൻ അത് ഈ ഗ്യാപ്പല്ല. എടാ നീ പോയി ബില്ല് സെറ്റിൽ ചെയ്യ്. ബില്ലെടുത്ത് റൂം വെക്കേറ്റ് ചെയ്യാണ്. ആ പെട്ടെന്നൊരു ടാക്സി വേണം. ശരി സാർ. ഹലോ, ഒരു ടാക്സി ഒന്നിട്ടേക്ക്. ഈശ്വര. ഏട്ടാ, ഉണ്ണിയേട്ടാ, ഏട്ടാ, അനിയ, അയ്യോ, എടാ, എന്റെ ഈശോയെ എല്ലാം തകർന്നു. You are under arrest. ഞാൻ കീഴടങ്ങിയിരിക്കും. അതെ, നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിയെന്ന് അല്ലടാ. അനിയൻ അനിയൻ. എടാ എനിക്ക് നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അല്ല നീ എന്താ ഇവിടെ? ഒരു ക്രിമിനലിനെ പൊക്കാൻ ഇറങ്ങിയതാ. എന്നിട്ട് കിട്ടിയാ? ഇല്ല, പക്ഷെ അവൻ രക്ഷപ്പെടില്ല. സെറ്റ് മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടക്കൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. അല്ല ഏട്ടൻ എന്താ ഇവിടെ? ഒന്നും പറയണ്ടാ. ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. പിന്നെ അന്വേഷിച്ചും പിടിച്ചും ദാ ഇവിടം വരെ എത്തി. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരുന്നാണല്ലോ. കിട്ടിയില്ലടാ. ആണോ? ആ, ഏട്ടൻ വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു. ഈ ജീവിതം തന്നെ ഒരു നാടകമല്ലടാ. അതിനിടയിലെ ചില വേഷം കെട്ടിലല്ലേ ഇതൊക്കെ. നീ നോക്കിക്കഥ സാധനങ്ങൾ എടുത്ത് ജീപ്പിലേക്ക് വെച്ചേ. സമയം കളയല്ലേ, എനിക്ക് അമ്മയെ കാണണം. ഇന്ന് നാടൻ കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ. നിനക്ക് വലിയ ഇഷ്ടാണല്ലോ എന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും. ഇതാണ് വയറ്റുഭാഗ്യം എന്ന് പറയുന്നത്. അല്ല നീ മീൻ എടുക്കുന്നില്ലേ? ഓ, ഞാനിപ്പോ വെയിറ്റ് ചെയ്യണ കുറച്ച് തടി കുറയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആന വെയിറ്റ് ചെയ്യാനല്ലേ? ആനയുടെ തടി പറയുന്നില്ലല്ലോ. അമ്മേ, ഒന്നോർത്താൽ എന്നേക്കാൾ ഭാഗ്യവാൻ ഇവനാ. അതെന്താ? അല്ല അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ? ആഹാ, അതിന് അമ്മ അടുക്കളക്കാരനെ പണ്ടല്ലായിരുന്നോ? പിന്നെ നീയാണോ അതൊക്കെ ഉണ്ടാക്കിയത്? ഏയ് ഞാനൊന്നുമല്ല. ഇപ്പൊ അടുക്കള ഭരണം കംപ്ലീറ്റ് ഗോപിയേക്കാ. എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ വന്നപ്പോ തൊട്ട് പാത്തും പതുങ്ങി അവിടെ ഇവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടതാ. ആളെ ഞാൻ ഇപ്പോഴിങ്ങനെ വരുത്താം. അടുക്കള നിൽക്കണ ചേച്ചി, ഇതിന് പുളിശ്ശേരി ഇങ്ങ് അടുത്ത്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. ഒന്നും മിണ്ടായിരടാ. അയ്യോ, പുളിശ്ശേരി ചോദിച്ചത് ഞാനാ. കൊള്ളാലോ ഏട്ടാ ഈ വാച്ച്. അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറം അടിക്കും. ദുബായിന്ന് വാങ്ങിച്ചാ. നോക്കട്ടെ. 500 ദർഹ. എന്താ നിനക്ക് നോട്ടോണ്ടോ? നീ എടുത്തോ. പേടിക്കണ്ട, ഒറ്റയ്ക്കൊന്നും മിണ്ടാൻ വേറെ മാർഗമില്ലാത്തോണ്ട് നേരത്തെ കയറി ഇരുന്നതാ. ആരെങ്കിലും കാണും. ഏയ് ഇവിടെ ആര് വരാനാ? നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇവനെങ്ങനെ എന്റെ ഉള്ളിൽ കയറി? എടാ നീ പതുങ്ങി പതുങ്ങി എന്റെ അകത്തേക്ക് കയറണ കണ്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിറകെ കയറിയതാ. നിന്നെ പ്രദേശത്ത് കണ്ടുവരുന്നത്. അയ്യോ, ഞാൻ പോകാട്ടോ. അല്ല ഒന്ന് നിന്ന് അകത്തിരുന്നാ പ്രേമിക്കുന്നത്. കാര്യം പറയട്ടെ. ഇങ്ങ് വാ. തന്റെ ഒരു കത്ത് ഞാൻ സോറി, വഴി തെറ്റിയതാ. തന്റെ ഒരു കത്ത് ഞാൻ ദുബായിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. കത്തെഴുതുന്ന ശീലമൊന്നും എനിക്കില്ല. ഡയറി എഴുതുവോ? ഡയറിയോ? സോമറ, ഇന്ന് വാളയാർ പരമശിവത്തിന്റെ ഒരു ലോറി പാലക്കാടിലേക്ക് പോകുന്നുണ്ട്. ഓ അതിനെന്താ, പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഹലോ, ഞാൻ പറയണൊന്ന് കേക്ക്. അതിൽ സ്പിരിറ്റാ. ആണോ? ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ SI സാറിന് കൊടുക്കാം. ബാലു. എന്താ ഏട്ടാ? നിനക്കാ ഫോൺ. ഏതൊരു പരമശിവം സ്പിരിറ്റ് നടത്തണമെന്ന്. പരമശിവോ? ഹലോ. അതെ, ഒരു ലോഡ് സ്പിരിറ്റാ. നിങ്ങളാരാ? ഹലോ ഹലോ ഹലോ. എന്താടാ? ഇവിടുത്തെ ഒരു മെയിൻ സ്പിരിറ്റ് കടത്തുകാരനാ ഈ വാളയാർ പരമശിവം എന്ന് പറഞ്ഞ കള്ളപ്പന്നി.
അവന്റെ ശത്രുക്കളാരോ ഒറ്റന്നാ. ഈ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നാള് കുറെ ആയി. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് അവൻ കൊടുങ്ങും. നിനക്ക് പേര് കിട്ടണ ഒരു ചാൻസ് നീ കളയരുത്. അല്ല നീ എങ്ങനെ ഈ പരമശിവത്തിന് പിടിക്കാൻ പോണേ? വേഗം പറ, എനിക്ക് പോണം. അല്ല അമ്മ മേടിക്കാൻ പറഞ്ഞ കേട്ടാ, ഈ കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാ. തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന അവര് നക്കാപ്പിച്ച വെടിച്ച് സേഫായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ പോകും. നാടകോ? ടിക്കറ്റ് വെച്ചാണാ? ഫ്രീ അല്ലേ? ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി നിർത്തും. എന്നിട്ട് ഞാൻ ആ നേരത്ത് പാരലൽ റോഡ് ചെല്ലും. പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാരലൽ റോഡ് വഴിയേ വരൂ. ഞാൻ അവനെ പൊക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ ഐഡിയ അല്ലേ? എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നാണ് നീയാ. പറട്ടെ ഏട്ടാ. കർത്താവേ, കള്ളന്റെ കയ്യിൽ തന്നെയുള്ള താക്കോല് കൊടുത്തത്. ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു. ഞാനും. പിന്നെ വാസു, പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടാവും. പക്ഷെ അവര് ഹൈവേയിലായിരിക്കും നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാൽ മതി. അത് വേണ്ട, നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാൽ മതി. ഞാൻ പറയുന്നത് പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. ഏയ് അത് ശരിയാവില്ല ജോണി. താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം.